ചേട്ടാ, ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിൻ്റെ വില പോലും ഇല്ലേ മനുഷ്യജീവന്? ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിൻ്റെ വില പോലും ഇല്ലേ മനുഷ്യജീവൻ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊന്നുമല്ല. കെ കരുണാകരൻ പണ്ട് നീന്തൽക്കുളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സമരം നടത്തി പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പം 2 പ്രാവശ്യം ഇപ്പോൾ 9 വർഷമായിട്ട് ഭരണത്തിൻ്റെ സകല സുഖലോലുപതയും ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾ തൊഴുത്തിന്റെ കാര്യം മാത്രം പറഞ്ഞു, ലിഫ്റ്റ് ഉണ്ട് താഴത്തെ നിലയിൽ നിന്ന് 20 സ്റ്റെപ്പ് കയറാൻ കഴിയാത്തത് കൊണ്ട് 25 ലക്ഷം മുടക്കി ലിഫ്റ്റ് വെച്ചു. ഹെലികോപ്റ്റർ വാങ്ങി. ദുരന്ത നിവാരണ അതോറിറ്റിക്കോ അല്ലെങ്കിൽ അതിനോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിൽ അതവിടെ കിടക്കുന്നുണ്ട്. മുഖ്യന് ആകാശത്തു കൂടെ പോയിട്ട് വയനാട് വന്നു ആ രീതിയിലല്ലേ എല്ലാം. വയനാട് വന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം അവിടെ ഷൂസിൽ ചെളി പറ്റെന്ന് പറഞ്ഞ് തിരിച്ചു കയറിപ്പോയ കഥ അറിയാലോ അല്ലേ? വയനാട് ആ സ്ഥലത്ത് വന്നേ. ഇവിടെ കണ്ണൂർ പുതിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയത്തിനോടൊക്കെ അദ്ദേഹം ഇവിടുന്ന് ആരുടെ ഹെലികോപ്റ്ററിലാണ് കണ്ണൂർ എത്തിയത്? അത് നിങ്ങൾക്കറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയൊരു വ്യവസായിയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഇതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡിലെ ശമ്പള കുടിശ്ശിക കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ മരിച്ചു. ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അല്ലേ? ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. മുരളീധരൻ എന്ന് പറഞ്ഞ് മറ്റൊരു ജീവനക്കാരൻ പരാതിയുമായി വന്നിരിക്കുന്നു. വേറെയും പലരും 4 ലക്ഷം രൂപയാണ് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് പലർക്കും ശമ്പള കുടിശ്ശിക മാത്രമല്ല ചന്ദ്രന്റെ കേസിൽ പറയാനുള്ളത്. അദ്ദേഹം രോഗബാധിതനായിരുന്നു. അതെ, ശമ്പള കുടിശ്ശിക എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത്, സർക്കാരിന് എല്ലാ കൊള്ളരുതായ്മയ്ക്കും പൈസ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ക്ലിഫ് ഹൗസിലെ നിർമ്മാണം പറഞ്ഞു, അതെ, മുഖ്യമന്ത്രിക്ക് ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ പോകുന്നതിന്റെ കാശുണ്ട് അല്ലേ മീര? അത് പറയുമ്പോഴേ ഏതാണ്ട് ഒരു 300 ദിവസം വരെ ആശാ വർക്കർമാരെന്ന് പറഞ്ഞിട്ട് പാവം ആ സ്ത്രീകളുടെ ഒരു സമരം. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു കൂട്ടം സ്ത്രീകളാണ് സമരം ചെയ്തത്. അല്ല, അവര് സമരം സാലറി ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയ നമ്മൾ ലോകം കണ്ട ഏറ്റവും മഹാമാരി അനുഭവിച്ച കാലത്ത് നമ്മൾ സുഖത്തിൽ കിടന്നുറങ്ങിയപ്പോഴും പണിയെടുത്തത് അവരായിരുന്നു. നമുക്കറിയാം, ഒരു കോവിഡ്, ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. ആരോഗ്യ മേഖലയിൽ ഇത്രയും വലിയൊരു സംഭവമായിട്ട് കേരളം മാറിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ്. അത് ഇവർ മാത്രമാണ്. എന്നിട്ട് ഇത്രയും തള്ളിക്കളഞ്ഞില്ലേ അവര്? അല്ല, അതിന് തുടക്കം മുതൽ തന്നെ ബക്കറ്റ് പാർട്ടി എന്നൊക്കെയല്ലേ ഇളമരം കരീം പറഞ്ഞത്. ഇളമരം കരീം എന്ന് പറയുന്നത് CPM-ന്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അവര് പണിക്ക് പോവാത്തത് കൊണ്ടാണ് ചേട്ടാ അങ്ങനെ. ഇളമരം കരീം പണിക്ക് പോയില്ലെന്ന്? ഇളമരം കരീം ഒരു സുപ്രഭാതി നേതാവായ ആളൊന്നും അല്ല എങ്കിൽ ഇങ്ങനെ പറയൂ. അതാണ് ഈ പാർട്ടിയിൽ വന്ന മാറ്റം. ഇപ്പൊ പണിക്ക് പോയെങ്കിൽ തൊഴിലാളിയുടെ വിഷമം അറിയും. അങ്ങനെ വിഷമം അറിയുന്ന ഒരാളും ഇത്തോതിൽ ഭരിക്കില്ല. എന്താന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ തല വീഴ്ച എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പലതും. ഇപ്പൊ മിഥുന്റെ മരണം സംഭവിച്ചു. ഇപ്പൊ ഇന്നലെ തൃശ്ശൂര് ഒരു സ്കൂളിലെ സീലിംഗ് വീണു. ഇതെല്ലാം അത് വീഴേണ്ടിയിരുന്നത് കുഞ്ഞുങ്ങളെ മേലേക്കാണ്. അത് സ്കൂൾ അവധി ആയതുകൊണ്ട് ആ വലിയൊരു അപകടം ഒഴിവായി. എന്നിട്ട് ഇവരാരെങ്കിലും മിണ്ടിയോ? അല്ല, ഇത് 54 ലക്ഷം എന്തോ ആണ് അതിന് മുടക്കിയത്. അല്ല, ഇതില് ഒന്നുമില്ല. ഇത്രേ സംഭവിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ തീർത്തും ഇവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ആർക്ക്? ഉദ്യോഗസ്ഥർക്ക്. ഇവിടെ ഈ ഭരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ടേം, അടുത്ത വീണ്ടും ഒരു ടേം ഒക്കെ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. കാര്യം മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല ഇപ്പോൾ ഭരണം ഇരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പം മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹത്തിന് ഒരുപാട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് അലട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പോലീസ് വകുപ്പിൻ്റെ കാര്യം തന്നെ നോക്കിക്കേ. പോലീസ് വകുപ്പിൽ എന്തെല്ലാം കെടുകരസ്ഥയായിരുന്നു നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ ജയിലിൽ ചാടി ഒരു ഗോവിന്ദച്ചാമി പോയത്. എന്നിട്ട് ജനങ്ങളല്ലേ കണ്ടിട്ട് പിടിച്ചു കൊടുത്തത് അല്ലേ? എന്നിട്ട് അതെന്ത് ചെയ്തു? എന്നിട്ട് ഇപ്പൊ മാറ്റി സുഖമായിട്ട് ബിയൂരോട്ട് മാറ്റി. എന്നിട്ട് ഇന്നലെ ഒന്നും അറിയാത്ത പോലെ പോലീസ് അധികാരി പറഞ്ഞേക്കുന്ന TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ കൊടിസുനിക്കെതിരെ വളരെ വളരെ വലിയ ശിക്ഷാ നടപടികൾ പോകും, അത് അന്വേഷിക്കുമെന്ന്. എന്തിനാ? ആര് കൊടുത്തതാണ് അകത്താക്കിയത്? ആരെ ബോധിപ്പിക്കാൻ? നമ്മളെ ബോധിപ്പിക്കാനാ? നമ്മളെ പോലുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നാണമില്ലേ ഇങ്ങനെ ഒരു പോലീസ് അധികാരിക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എന്നിട്ട് ജയിൽ സൂപ്രണ്ടന്മാരെ എന്തെങ്കിലും ചെയ്തോ? കേവലം 2 പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവർ പുറത്ത് തലശ്ശേരി കോടതി പോയിട്ട് വരണ വഴി വെള്ളമൊഴിച്ച് അർമാദിച്ച് ഇതിനൊക്കെ പരോളിൽ വേറെ ഒരുത്തർക്കും കിട്ടാത്ത രീതിയിലുള്ള കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇതൊന്നും അറിയാത്ത പോലെ പെരുമാറിയിട്ട് എന്ത് ചെയ്യാനാണ്?
ഇപ്പം ഈ പറയുന്ന മലബാർ ദേവസ്വത്തിലെ ശമ്പള കുടിശ്ശികയുടെ കാര്യം പരമദയനീയമാണ്. ആ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടോ, എന്തെല്ലാം അസുഖമുള്ള എത്രയോ വർഷങ്ങളായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. 2010-15 കാലയളവിലാണ് കുടിശ്ശികയായി ഇവിടെ തുടങ്ങിയത്. ഒരു ദേവസ്വം മന്ത്രി ഇല്ലേ, 3 ലക്ഷം രൂപയോളാണ് കിട്ടാനുള്ളത്. അല്ല, വർഷം നമ്മൾ നോക്കണം. അപ്പൊ അവർക്ക് അത് പറയാനൊരു ഇതാണ്. 2010 മുതൽ 15 വരെയുള്ള കാലയളവുണ്ട്. അപ്പൊ ഇനി പറയുന്ന ഞങ്ങൾ 2016 വന്നത് എന്നുള്ള വാദം കേൾക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത് എന്നുള്ളത് വിഷയമാവില്ല. എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തതെന്നും വിഷയമാവില്ലെന്നും പറയാൻ പറ്റില്ല. അവർ തന്നെയാണ് ഈ ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ തന്നെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ദേവസ്വം മന്ത്രി ഇല്ലേ, ദേവസ്വത്തിനൊരു മന്ത്രി ഉണ്ടല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഇവർക്ക് ഉണ്ടാക്കിക്കൂടെ? എന്തെല്ലാം രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പള കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാചക തൊഴിലാളികളതും പറയണം. സ്കൂളിലേക്ക് വലിയൊരു മെനു കൊടുത്തു മന്ത്രി, ഇന്ന സാധനങ്ങളെ ഇതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഫലവത്താക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. ഈ ഭരണത്തിലെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം നീണ്ട 9 വർഷമായിട്ട് ഒരേ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള, അതായത് എന്ത് സംഭവിച്ചാലും യൂണിയൻ നമ്മളെ സംരക്ഷിക്കും, യൂണിയൻ ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ ആ ഒരു അധ്യാപികയുടെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടെന്ന് വാർത്തയുണ്ടല്ലേ, അതിനെ വലിയ വായിൽ മന്ത്രി ശിവൻകുട്ടിയാനെ എതിർത്ത് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമെന്ന്. എവിടെ പോകാനാണ് സാർ? ഒരിടത്തും പോകില്ല. ആ അന്വേഷണമൊന്നും ഒരിടത്തും പോകില്ല. അതൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ തേച്ചു മാച്ച് കളയും ഈ ഉദ്യോഗസ്ഥരെ. നിങ്ങളാരും വിചാരിക്കുന്ന പോലെയൊന്നും അല്ല മീര. ഉദ്യോഗസ്ഥ തലത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് യൂണിയന്റെ ഭയങ്കരമായ അതിപ്രസരമുണ്ട്. ഇപ്പൊ ബിന്ദു ഹോസ്പിറ്റലിൽ വീണത് നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജ്. ബിന്ദുവിനോട് അവര് ചെയ്തത്. ഇപ്പൊ ഒരു വാർത്താ മാധ്യമങ്ങളിലും അത് അങ്ങോട്ട് ചെവി കൊടുക്കാത്ത രീതിയിൽ അത് അടച്ചു വെക്കാൻ സർക്കാരിന് പറ്റിയ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 10 ലക്ഷം കൊടുത്തു, ജോലി എല്ലാ ഓഫേഴ്സും കൊടുത്തു. അവര് എന്താ പറയാ, അങ്ങനെയാണ് സർക്കാർ ഇതിനെ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ മിഥുന്റെ പ്രശ്നം വന്നപ്പോഴും സർക്കാർ അതിനെ ഡീൽ ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാ. അല്ല, സർക്കാരിന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചിരുത്തേണ്ടത് സർക്കാർ. അല്ല, വലിയൊരു വീഴ്ചയല്ലേ അത്. സ്കൂൾ കെട്ടിടം അങ്ങനെ ഇരിക്കുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കമ്പി അതിലൂടെ കടന്നു പോകാന്നൊക്കെ പറയുന്നത് എവിടെ വന്ന വീഴ്ച? അത് മറയ്ക്കുന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും പറഞ്ഞ് തള്ള. ഇത് ശരിയായ റിപ്പോർട്ട് എന്നാ മന്ത്രിക്ക് കിട്ടുന്നത്? മന്ത്രിക്ക് കിട്ടിയാൽ മന്ത്രിക്ക് വല്ലതും ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കണുണ്ടോ? അല്ല, മിഥുൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ? അല്ല, ഈ വിദ്യുച്ഛക്തി മന്ത്രി അതിനെ കളഞ്ഞു എന്നുള്ളത് തള്ളി എന്ന് പറയുന്നൊരു വലിയ വാർത്തയാണെങ്കിലേ വിദ്യുച്ഛക്തി മന്ത്രി പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? കാര്യം ജനതാദളിൻ്റെ മന്ത്രി, ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ മന്ത്രി ആണ് ഇരിക്കുന്നത് അവിടെ, കൃഷ്ണൻകുട്ടി. ഈ കൃഷ്ണൻകുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ CITU എന്ന് പറയുന്ന യൂണിയൻ അത്ര സ്ട്രോങ് ആണ്. നമ്മളാരും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. KSRTCയിൽ കണ്ടില്ലേ, ആ ഗണേഷ് കുമാർ ഓരോന്ന് ചെയ്യണമെങ്കിലും എവിടെയോ കൂടെ പിണറായി വിജയൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ കെയറിൽ വന്ന ഫോണൊന്നും അറ്റൻഡ് ചെയ്യാത്തവന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്തില്ലേ? അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞത് എവിടെയോ കൂടെ പിണറായി വിജയൻ്റെ ഒരു ചെറിയ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പല കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭരണത്തിന് കീഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മറ്റ് മന്ത്രിമാരും വെറും വേണമെങ്കിൽ വാഴയെന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവരിനി അവർക്ക് ഭരണം കിട്ടാൻ വേണമെങ്കിൽ ആളെ കൊല്ലുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. CPM എന്ന് പറയുന്ന പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന അധ്വാന വർഗത്തിൻ്റെ പാർട്ടിയിൽ നിന്നായിരുന്നു, കർഷകരുടെ പാർട്ടിയിൽ നിന്നായിരുന്നു. കർഷകരുടെയും മറ്റേ നമ്മുടെ നെയ്ത്ത് തൊഴിലാളികളുടെയും കൈത്തറി തൊഴിലാളികളുടെയും തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെങ്കിൽ ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി പണം കൊണ്ട് അവരുടെ ഇപ്പോൾ ഒരു സമ്മേളനം വരണമെങ്കിൽ ഇപ്പോൾ ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നത് മധ്യവർഗത്തിന്റെ പാർട്ടിയായി തീർന്നിരിക്കും. മധ്യവർഗം എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, നമ്മൾ നേരത്തെ ഇപ്പം തുടക്കം മുതൽ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരുടെ ഫണ്ട് ഡൊണേറ്റർമാർ. ഉദ്യോഗസ്ഥരാണ് ഫണ്ട് കൊടുക്കുന്നത്. ഉദ്യോഗസ്ഥർ ഫണ്ട് കൊടുക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും കാണാത്തതായിട്ട് ഇവർ നടിക്കണം, അവരെ കയ്യയച്ച് വിട്ടുകൊടുക്കണം. ഇപ്പോൾ പാർട്ടിയുടെ ഒരു സമ്മേളനം, ഒരു ചെറിയൊരു സമ്മേളനം വരുന്നു, അതിന് കാശ് വേണം. ഈ പാർട്ടി അണികളിൽ നിന്ന് കാശ് എത്രയെന്ന് പറഞ്ഞ് പിരിക്കാൻ പറ്റും? ഈ പറയുന്ന മധ്യവർഗം ട്രേഡ് യൂണിയൻകാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ കൊടുക്കും കാശ്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ പാർട്ടിയുടെ ബേസ് എന്നോട് അല്പം ചോദിച്ചു ഇളമരം കരീമിനെ കുറിച്ച്. ഇളമരം കരീമൊക്കെ വന്ന വഴിയൊക്കെ എന്നെ മറന്നു കഴിഞ്ഞു. അപ്പോൾ എന്നോട് പണ്ട് ഷാജി പാണ്ഡ്യാല എന്ന് പറഞ്ഞിട്ട് കണ്ണൂരത്തെ ഒരു പഴയ CPM കാരൻ, അദ്ദേഹം ഇപ്പോൾ പാർട്ടി പുറത്താക്കപ്പെട്ട അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇന്നത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എന്തറിയാം
അയ്യപ്പദാസെ, നിങ്ങൾക്ക് പിണറായി വിജയനെ കുറിച്ച് എന്തറിയാം? പിണറായി വിജയൻ ഒരു സമരം നടത്തിയതോ ഒരു സമരം വിജയിപ്പിച്ചതോ ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് ചോദിച്ചു. ഷാജി പാണ്ഡ്യാലയുടെ സംസാരം ഞാനും കേട്ടത്. അതിൽ ആ വരുന്ന അമർഷം എല്ലാം സത്യമാണ്. ഇപ്പോഴും അതിന് വാല്യൂ ഉള്ളത് അതുകൊണ്ടാണ്. പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നതും വാസ്തവമായതുകൊണ്ടാണ്. ഒരു കേഡറെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു കേഡറിനെ വളരാൻ സമ്മതിച്ചിട്ടുണ്ടോ? വളർത്തത് പോട്ടെ, വളരാൻ സമ്മതിക്കുന്നുണ്ടോ? ഏതായാലും നമുക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. നീണ്ട 9 വർഷത്തെ ഭരണം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉദ്യോഗസ്ഥർ ഇവരെ എങ്ങോട്ട് സഹായിക്കുന്നു? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭരണതലത്തിൽ ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കുന്നു. അത് ഏത് രീതിയിലാണെന്ന് പച്ചയ്ക്ക് പിരുത്ത് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ തിരിച്ചവരും സഹായിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്കിൽ നോക്കുമ്പോൾ സാധാരണക്കാരുടെ നടപ്പാക്കേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ നടപ്പാവുന്നില്ല. ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ശരിക്കും ചുവപ്പ് നാടാണ്. ഒരു പഴയ മന്ത്രി ഇന്നലെ എഴുതിയിരുന്നത് അതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത് എന്നാണ് പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ചോദിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലെല്ലാം ഉണ്ട്.